പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം. എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ്. ഇതിനായി നാം മുൻപ് പഠിച്ച മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. മസ്തിഷ്കത്തിന് പ്രധാനമായും 5 ഭാഗങ്ങളുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇവ നമ്മൾ 1-ാം പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവയിൽ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന ഭാഗമാണ് തലാമസ്. തലാമസിന് തൊട്ടു താഴെയായി കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിൻ്റെ താഴെയായി കാണുന്ന ഗ്രന്ഥിയാണ്, അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പോൾ എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനം? മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് തൊട്ടു താഴെയായി കാണുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. We have already studied the different parts of the brain. They are cerebrum, cerebellum, medulla oblongata, thalamus and hypothalamus. Where is pituitary gland situated? Pituitary gland is situated in the brain just below hypothalamus. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് 2 ദളങ്ങളാണ് ഉള്ളത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് 2 ദളങ്ങളായാണ്, മുൻദളവും പിൻദളവും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹാസ് 2 lobes, anterior lobe and posterior lobe. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന 5 ഹോർമോണുകൾ നമുക്ക് പരിചയപ്പെടാം. അവയാണ് TSH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് എന്നതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് T, സ്റ്റിമുലേറ്റിംഗ് എന്നതിൻ്റെ S, ഹോർമോൺ എന്നതിൻ്റെ H. അപ്പോൾ ആദ്യത്തെ ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. രണ്ടാമത്തെ ഹോർമോണാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. നമ്മൾ അഡ്രീനൽ ഗ്രന്ഥി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമേ കാണുന്ന ഭാഗമായ കോർട്ടക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രീനോ എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്ററായ A, കോർട്ടിക്കോ എന്നതിൻ്റെ C, ട്രോപ്പിക് T, ഹോർമോൺ H. മൂന്നാമത്തെ ഗ്രന്ഥിയാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോ G, ട്രോപ്പിക് T, ഹോർമോൺ H. നാലാമത്തെ ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ. അഞ്ചാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. The hormones secreted by the anterior lobe of the pituitary gland are TSH, ACTH, GTH, growth hormone, somatotropic hormone and prolactin. ഇവയിൽ ആദ്യത്തെ 3 ഹോർമോണുകൾ അറിയപ്പെടുന്നത് ട്രോപ്പിക് ഹോർമോണുകൾ എന്നാണ്. എന്താണ് ട്രോപ്പിക് ഹോർമോണുകൾ? എന്തുകൊണ്ടാണ് അവ ആ പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോണുകൾ. ഇവ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ
പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം 3 തരം ട്രോപ്പിക് ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന TSH, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന GTH. പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ 3 ഹോർമോണുകളായ TSH, ACTH, GTH ഇവയുടെ പേരുമായിട്ട് 3 ഗ്രന്ഥികൾ ബന്ധപ്പെട്ടിരിക്കുന്നു. TSH എന്ന ആ ഹോർമോണിൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. കാരണം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോൺ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. രണ്ടാമത്തെ ഹോർമോണായ ACTH ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. കാരണം ആ ഹോർമോണിൻ്റെ പേര് തന്നെ എന്താണ്? അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്നാണ്. അപ്പോൾ ആ ഹോർമോൺ ഏത് ഗ്രന്ഥിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് എന്ന ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഹോർമോണാണ് GTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഗൊണാഡ്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന അടുത്ത ഗ്രന്ഥിയാണ് ഗൊണാഡ്സ്. അപ്പോൾ ഗൊണാഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ് GTH. ഇനി നമുക്ക് എന്താണ് ഈ 3 ട്രോപ്പിക് ഹോർമോണുകളുടെ ധർമ്മം എന്ന് പരിശോധിക്കാം. ആദ്യത്തെ ട്രോപ്പിക് ഹോർമോണാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താണ് ഇതിൻ്റെ ധർമ്മം? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന ഹോർമോൺ രക്തം വഴി തൈറോയിഡ് ഗ്രന്ഥിയിൽ എത്തുമ്പോഴാണ് തൈറോയിഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ACTH എന്നറിയപ്പെടുന്ന ട്രോപ്പിക് ഹോർമോൺ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൽ എത്തുമ്പോഴാണ് കോർട്ടക്സിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. GTH എന്ന ട്രോപ്പിക് ഹോർമോൺ രക്തം വഴി ഗൊണാഡ്സിലെത്തുമ്പോഴാണ് പുരുഷന്മാരിലെ വൃഷണവും സ്ത്രീകളിലെ അണ്ഡാശയവുമാണ് ഗൊണാഡുകൾ. പുരുഷന്മാരിൽ വൃഷണത്തിൻ്റെ പ്രവർത്തനങ്ങളും സ്ത്രീകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉത്തേജിപ്പിക്കപ്പെടുന്നത് GTH രക്തം വഴി പുരുഷന്മാരിലെ വൃഷണത്തിലും സ്ത്രീകളുടെ അണ്ഡാശയത്തിലും എത്തുമ്പോഴാണ്. ചുരുക്കത്തിൽ എന്താണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മം? ട്രോപ്പിക് ഹോർമോണുകൾ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. The tropic hormones produced by the anterior lobe of the pituitary gland are TSH, ACTH and GTH. TSH stimulates the activity of the thyroid gland. ACTH stimulates the activity of adrenal cortex. And GTH stimulates the activity of testis in males and ovaries in females. മറ്റ് ഗ്രന്ഥികളെ അപേക്ഷിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളായ TSHും ACTHും GTHുമാണ്
തൈറോയിഡ് ഗ്രന്ഥിയെയും അഡ്രീനൽ ഗ്രന്ഥിയെയും ഗൊണാഡുകളായ വൃഷണത്തെയും അണ്ഡാശയത്തെയും നിയന്ത്രിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ട്രോപ്പിക് ഹോർമോണുകൾക്ക് ഏതെല്ലാം ഗ്രന്ഥികളിൽ മേൽ സ്വാധീനമുണ്ട്? തൈറോയിഡ് ഗ്രന്ഥിയിൽ മേലും അഡ്രീനൽ ഗ്രന്ഥിയുടെ മേലും ഗൊണാഡ്സുകളുടെ പ്രവർത്തനത്തിലും. അവയെല്ലാം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ട്രോപ്പിക് ഹോർമോണുകൾ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. Why the pituitary gland has a great significance in the endocrine system? This is because the anterior lobe of the pituitary gland produces tropic hormones which regulate the functions of other endocrine glands. TSH, ACTH and GTH are called as tropic hormones. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന നാലാമത്തെ ഹോർമോണായ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ശാരീരിക വളർച്ച സാധ്യമാക്കുന്ന ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ ശരീര വളർച്ച. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ. അഞ്ചാമത്തെ ഹോർമോണായ പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നു. പ്രസവശേഷം അമ്മമാരിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് മുലപ്പാൽ ഉൽപ്പാദനം നടത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത്. The fourth hormone is a growth hormone named somatotropic hormone, promotes the growth of the body. Growth of the body takes place under the control of hormones. The hormone that promotes the growth of the body during its growth phase is the growth hormone called somatotropin. The fifth hormone, that is prolactin, controls the production of milk. പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലെ ഹോർമോണുകൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ കാണപ്പെടുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണെന്നും അവ ഉൽപ്പാദിപ്പിക്കുന്നത് ആരെന്നും അവ എങ്ങനെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ എത്തുന്നു എന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ കാണപ്പെടുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഈ രണ്ട് ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് എന്ന ഗ്രന്ഥിയാണ്. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ സംഭരിച്ച് വയ്ക്കുകയും ആവശ്യാനുസരണം അവയെ രക്തത്തിൽ കലർത്തുകയുമാണ് ചെയ്യുന്നത്. ഇവ എങ്ങനെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ എത്തിച്ചേരുന്നത്? സവിശേഷ നാഡീ തന്തുക്കളിലൂടെയാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ എത്തിച്ചേരുന്നത്. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ
ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രത്യേക നാഡീ തന്തുക്കളിലൂടെ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ എത്തുകയും പിന്തളം അവയെ ശേഖരിച്ച് വയ്ക്കുകയും ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നു. Now we can study what are the hormones seen in the posterior lobe of the pituitary gland. The hormones oxytocin and vasopressin are seen in the posterior lobe of the pituitary gland, and these hormones are produced by the special neurosecretory cells of the hypothalamus. Through special nerve fibers, oxytocin and vasopressin are transported to the posterior lobe of the pituitary gland, and the pituitary gland stores these hormones and releases into the blood when required. So what is the function of posterior lobe of the pituitary gland? The posterior lobe of the pituitary gland stores oxytocin and vasopressin and releases into the blood when required. ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം, അതായത് ആൻറ്റീരിയർ ലോബിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളായ 5 ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്വന്തമായിട്ടുള്ളതാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഗ്രന്ഥിയുടെ മുൻതളത്തിൽ കാണുന്നത്. എന്നാൽ പിന്തളത്തിൽ കാണുന്ന ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നവ അല്ല. അവ ഹൈപ്പോതലാമസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവയെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയും ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ചെയ്യുന്നത്.